നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. UK-യിൽ NHS ട്രസ്റ്റിൽ നിന്നും അന്യായമായി പിരിച്ചുവിട്ട ഡോക്ടർക്ക് തൊഴിൽ ട്രൈബ്യൂണൽ 85,000 പൗണ്ട് നഷ്ടപരിഹാരം അനുവദിച്ചു. അനുകൂല വിധി ലഭിച്ചത് ഡോക്ടർ ഫൈസൽ ഖുറേഷിക്ക്. NHS ജീവനക്കാരിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ മൂലമുള്ള സിക്ക് ലീവ് ദിനങ്ങൾ കൂടുന്നതായി റിപ്പോർട്ട്. ഈ വർഷം മാത്രം ജീവനക്കാർ എടുത്തത് 2.8 കോടി അവധി ദിനങ്ങൾ. UK-യിൽ ശരീരഭാരം കുറയ്ക്കാനായി ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ അനധികൃത മാർഗങ്ങളിലൂടെ വാങ്ങുന്ന മരുന്നുകൾ സൃഷ്ടിക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നം. വോഗോവി, മൗണ്ട്ജാരോ തുടങ്ങിയ വെയിറ്റ് ലോസ് ജാബുകൾക്ക് വൻ ഡിമാൻഡ്. അനധികൃത മാർഗങ്ങളിലൂടെ മരുന്നുകൾ തേടിപ്പോകുന്നത് മരുന്നിന്റെ ലഭ്യത കുറവിനാൽ. മുന്നറിയിപ്പുമായി മെഡിക്കൽ റെഗുലേറ്റർ. UK-യിലെ ജനങ്ങൾക്ക് പണി കൊടുത്ത് AI ക്യാമറ. 4 ദിവസം കൊണ്ട് ഇഷ്യൂ ചെയ്തത് 1000-ലേറെ പിഴ ടിക്കറ്റുകൾ. ക്യാമറ സ്ഥാപിച്ചത് ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്ന ഡ്രൈവർമാരെ പൂട്ടിടാൻ. ഗ്രീസിലെ ഏതൻസിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം ക്യാമറ സ്ഥാപിച്ചത് 8 ഇടങ്ങളിൽ. 4 ദിവസങ്ങൾക്കുള്ളിൽ ഒരു ക്യാമറ പിടികൂടിയത് 2500 നിയമലംഘകരെ. UK-യിൽ വീണ്ടും മലയാളികൾക്കു നേരെ വംശീയ ആക്രമണം. ബസിൽ യാത്ര ചെയ്യുന്നതിനിടെ പത്തനംതിട്ട, കൊല്ലം സ്വദേശികളായ 3 നഴ്സുമാരാണ് ആക്രമണത്തിന് ഇരയായത്. സർക്കാർ സ്വീകരിക്കുന്ന കടുത്ത കുടിയേറ്റ നയങ്ങളും വംശീയ പരാമർശങ്ങളും UK-യെ വംശീയ രാജ്യമാക്കി മാറ്റുന്നു എന്ന് വിമർശനം. കിഴക്കൻ പസഫിക് സമുദ്രത്തിലെ അന്താരാഷ്ട്ര ജലാശയത്തിൽ മയക്കുമരുന്ന് കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. സ്ഥിരീകരണവുമായി US സൈന്യം. ന്യൂജേഴ്സിയിൽ 2 ഹെലികോപ്റ്ററുകൾ കൂട്ടിയിടിച്ച ഒരു പൈലറ്റ് മരിച്ചു. എൻസ്ട്രം F-28A ഹെലികോപ്റ്ററും എൻസ്ട്രം 280C ഹെലികോപ്റ്ററുമാണ് കൂട്ടിയിടിച്ചത്. 79,000 കോടി രൂപയുടെ സൈനിക ഉപകരണങ്ങൾ വാങ്ങാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയത് 3 സേനാ വിഭാഗങ്ങളുടെയും ആക്രമണശേഷി കൂട്ടുന്ന ആയുധങ്ങൾ വാങ്ങാൻ. കരസേനയ്ക്ക് ഡ്രോണുകൾ, കോപ്റ്ററുകൾ എന്നിവയെ കണ്ടെത്തുന്ന പ്രത്യേക റഡാറുകളിലടക്കം വാങ്ങും. ശത്രു ഡ്രോണുകളെ കണ്ടെത്തി തകർക്കാനുള്ള ഇന്റഗ്രേറ്റഡ് ഡ്രോൺ ഡിറ്റക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ സിസ്റ്റവും വാങ്ങാൻ അനുമതി നൽകി സർക്കാർ. സർക്കാർ ഭൂമി കയ്യേറ്റം ഒഴിപ്പിച്ചതിനെ തുടർന്ന് വീട് നഷ്ടപ്പെട്ടവർക്ക് രാജീവ് ഗാന്ധി ആവാസ് യോജനയ്ക്കു കീഴിൽ ഫ്ളാറ്റ് നൽകും. എലഹങ്ക ഫക്കീർ കോളനിയിലെ ചേരിയിൽ താമസിച്ചിരുന്നവർക്കാണ് ഫ്ളാറ്റുകൾ സബ്സിഡി നിരക്കിൽ അനുവദിക്കുക. അർഹരായ കുടുംബങ്ങളെ കണ്ടെത്തി ഉടൻ പുനരധിവാസം നടത്തുമെന്ന് കർണാടക സർക്കാർ. കോൺഗ്രസ് പുനഃസംഘടന വേണമെന്ന ആവശ്യം ശക്തമായി. സംഘടനയെ ശക്തിപ്പെടുത്താൻ പുനഃസംഘടന അനിവാര്യമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ. ദിഗ്വിജയ് സിംഗും ഒഡീഷയിലെ മുൻ MLA മുഹമ്മദ് മോമിക്കും സംഘടനാ ദൗർബല്യം ചൂണ്ടിക്കാട്ടി സോണിയാഗാന്ധിക്ക് കത്തെഴുതി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെതിരെ നൽകിയ മൊഴികളിൽ ഉറച്ച് N വിജയകുമാർ. സ്വർണ്ണക്കൊള്ളയിൽ ബോർഡിലെ അംഗങ്ങൾക്ക് പങ്കൊന്നുമില്ലെന്നും വിജയകുമാറിന്റെ മൊഴി. പത്മകുമാർ സഹാവാണ് എല്ലാത്തിനും പിന്നിലെന്ന് അറസ്റ്റിലായ മുൻ ദേവസ്വം അംഗം CPM നേതാവുമായ വിജയകുമാർ. SITക്ക് മുന്നിൽ ചോദ്യം ചെയ്യാൻ ഹാജരായ D മണി. വാർത്തകൾ വിശദമായി. NHS ട്രസ്റ്റിൽ നിന്നും അന്യായമായി പിരിച്ചുവിട്ട ഡോക്ടർക്ക് തൊഴിൽ ട്രൈബ്യൂണൽ 85,000 പൗണ്ട് നഷ്ടപരിഹാരം അനുവദിച്ചു. കൗണ്ടി ഡർഹാം ആൻഡ് ഡാർലിംഗ്ടൺ NHS ഫൗണ്ടേഷൻ ട്രസ്റ്റിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ ഫൈസൽ ഖുറേഷിക്കാണ് അനുകൂല വിധി ലഭിച്ചത്. 2021 ജനുവരിയിൽ ന്യൂകാസിൽ നിന്നുള്ള ഖുറേഷി ട്രസ്റ്റിന്റെ ബാങ്ക് ഷിഫ്റ്റ് സംവിധാനത്തിലൂടെ സ്ഥിരമായി ജോലി ചെയ്തു വരികയായിരുന്നു. താൻ സ്ഥിരമായി ഷിഫ്റ്റുകളിൽ ജോലി ചെയ്തതിനാൽ ജീവനക്കാരനായി കണക്കാക്കണമെന്നും അതനുസരിച്ചുള്ള അവകാശങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കണമെന്നും ഡോക്ടർ ഖുറേഷി ആവശ്യപ്പെട്ടതാണ് നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് വഴിവെച്ചത്. എന്നാൽ പരാതി ഉയർത്തിയതിനെ തുടർന്ന് ഇനി ഷിഫ്റ്റുകൾ നൽകില്ലെന്നും ബാങ്ക് ഷിഫ്റ്റുകൾ മാത്രമേ ലഭിക്കൂ എന്നും ട്രസ്റ്റ് അറിയിച്ചതായി അദ്ദേഹം വാദിച്ചു. ഇതാണ് അന്യായമായ പിരിച്ചുവിടലിലേക്ക് നയിച്ചതെന്നും സിക്ക് പേ അടക്കമുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടതായും അദ്ദേഹം ട്രൈബ്യൂണൽ ചൂണ്ടിക്കാട്ടി. ആദ്യം കേസ് എതിർത്ത ട്രസ്റ്റ് പിന്നീട് ഡോക്ടർ ഖുറേഷി ജീവനക്കാരനാണെന്ന് അംഗീകരിക്കുകയും ട്രൈബ്യൂണൽ വിധി സ്വീകരിക്കുന്നതായി അറിയിക്കുകയും ചെയ്തു. UK-യിൽ ശരീരഭാരം കുറയ്ക്കാനുള്ള ഇഞ്ചക്ഷനുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ അനധികൃത മാർഗങ്ങളിലൂടെയോ വാങ്ങുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് മെഡിക്കൽ റെഗുലേറ്റർ മുന്നറിയിപ്പ്. വേഗോ, മൗണ്ട്ജാരോ തുടങ്ങിയ വെയിറ്റ് ലോസ് ജാബുകൾ വലിയ ഡിമാൻഡുകൾ ഉണ്ടെന്നും NHS-ൽ ലഭ്യത കുറവായത് ഉയർന്ന വിലയ്ക്കു കാരണം അനധികൃത മാർഗങ്ങളിലൂടെ ഇത്തരം മരുന്നുകൾ തേടിപ്പോകുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണെന്നും NHSR. ഈ മരുന്നുകൾ UK-യിൽ രജിസ്റ്റർ ചെയ്ത ഫാർമസികളിലൂടെയോ നിയമാനുസൃത റീറ്റെയിൽമാരിലൂടെ മാത്രമേ വാങ്ങാവൂ എന്നും ആരോഗ്യ വിദഗ്ധരുമായി നിർബന്ധമായും കൂടിയാലോചിക്കണമെന്നും ഏജൻസി നിർദ്ദേശിച്ചു. കഴിഞ്ഞ ഒക്ടോബറിൽ നോർത്ത്ഹാംപ്ടണിലെ ഒരു ഫാക്ടറിയിൽ നിന്നായി 2.5 ലക്ഷം പൗണ്ടിലധികം വിലമതിക്കുന്ന
അനധികൃത വെയിറ്റ് ലോസ് ജാബുകൾ MHRA പിടിച്ചെടുത്തു. UK-യിലെ ലൈസൻസ് ലഭിക്കാത്ത ഡെറ്റ ട്രൂ ട്രൈഡ് എന്ന പരീക്ഷണ മരുന്നിന്റെ കള്ള ഇഞ്ചക്ഷൻ പെൻസുകളും ഇതിലുണ്ടായിരുന്നു. തുടർന്ന് നൽകിയ അന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കമ്പനികൾ ടെലിഗ്രാഫ് ചാനലുകൾ വഴി ഇത്തരത്തിലുള്ള കള്ള ഉൽപ്പന്നങ്ങൾ പരസ്യം ചെയ്തിരുന്നതായും കണ്ടെത്തി. ബാങ്കുകൾ നൽകിയ മുന്നറിയിപ്പ് പ്രകാരം വെയിറ്റ് ലോസ് മരുന്നുകളുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളിൽ ആളുകൾക്ക് ശരാശരി 120 പൗണ്ട് നഷ്ടമാകുന്നുണ്ട്. സൗന്ദര്യ സലൂണുകൾ, വ്യാജ ഫാർമസി വെബ്സൈറ്റുകൾ, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എന്നിവ വഴി ഡോക്ടർ റെസിപ്പി ഇല്ലാതെ ഇത്തരം മരുന്നുകൾ വിൽക്കുന്നത് നിയമവിരുദ്ധമാണെന്നും MHRA വീണ്ടും ഓർമ്മിപ്പിച്ചു. വളരെ കുറഞ്ഞ വിലയും അത്ഭുത ഫലങ്ങളും വാഗ്ദാനം ചെയ്യുന്നത് തട്ടിപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണെന്നും ഏജൻസി വ്യക്തമാക്കി. NHS ജീവനക്കാരിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ മൂലമുള്ള സിക്ക് ലീവ് ദിനങ്ങൾ കൂടുന്നതായി റിപ്പോർട്ട്. 2025 മാത്രം NHS-ൽ ജീവനക്കാർ എടുത്തത് ആകെ 2.8 കോടി അവധി ദിനങ്ങളാണ്. ഇതിൽ 74 ലക്ഷം ദിനങ്ങൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണെന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഈ കണക്കനുസരിച്ച് ഒരു NHS ജീവനക്കാരൻ ശരാശരി 5 ദിവസം പ്രതിവർഷം മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, ഡിപ്രഷൻ തുടങ്ങിയ കാരണങ്ങളാൽ അവധിയെടുക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. അമിത ജോലിഭാരം, സ്റ്റാഫ് കുറവ്, നീണ്ട ഷിഫ്റ്റുകൾ എന്നിവയാണ് മാനസിക സമ്മർദ്ദത്തിന് പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒരു NHS ജീവനക്കാരൻ ഈ വർഷം ശരാശരി 20 സിക്ക് ലീവ് എടുത്തതായാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. 5 വർഷം മുമ്പ് ഇത് 16 ദിവസമായിരുന്നു. ഹെൽത്ത് കണക്ടിവിറ്റി ഗ്ലോബൽ എന്ന ടെക് സ്ഥാപനമാണ് ഇംഗ്ലണ്ടിലെ ഏകദേശം 1/3 NHS ട്രസ്റ്റുകളിൽ നിന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ പഠനം നടത്തിയത്. 2020 മുതൽ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട അവധി ദിനങ്ങൾ 40% വർദ്ധിച്ചിട്ടുണ്ടെന്നും നിലവിലെ പ്രവണതകൾ തുടർന്നാൽ 2030 ഇത് 1 കോടി ദിനങ്ങൾ കടക്കുമെന്നും റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകുന്നു. 2025 മാത്രം ഓരോ NHS ട്രസ്റ്റിനും ശരാശരി 35,000 മാനസികാരോഗ്യ അവധി ദിനങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന കണക്കും പുറത്തുവന്നു. ഈ അവധി വർധനവ് NHS-ന് വലിയ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുന്നതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. സ്ഥിരം ജീവനക്കാരുടെ അഭാവം നികത്താൻ ഏജൻസി സ്റ്റാഫിനെയും മറ്റുള്ളവരെയും നിയോഗിക്കുന്നതിന് ഏകദേശം 2.4 ബില്യൺ പൗണ്ടാണ് ചെലവാകുന്നത്. മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ മൂലകാരണം പരിഹരിക്കാതെ NHS-ന്റെ ചെലവ് കുറയ്ക്കാനോ സേവന നിലവാരം ഉയർത്താനോ കഴിയില്ലെന്നും ഹെൽത്ത് കണക്ട് ഗ്ലോബൽ CEO ഡോക്ടർ ദേവൻ മോട്ട്ലി പറഞ്ഞു. ജീവനക്കാരുടെ ക്ഷേമത്തിന് കൂടുതൽ പിന്തുണയും സാങ്കേതിക പരിഹാരങ്ങളും അനിവാര്യമാണെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. അതേസമയം ജീവനക്കാരുടെ അവധി നിരക്ക് കുറയ്ക്കാൻ വിവിധ മാനസികാരോഗ്യ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കി വരുന്നതായും സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമം തുടരുകയാണെന്നും NHS വക്താവ് വ്യക്തമാക്കി. UK-യിൽ ഒരു ഒറ്റ AI ക്യാമറ 4 ദിവസം കൊണ്ട് ഇഷ്യൂ ചെയ്തത് 1000-ലേറെ പിഴ ടിക്കറ്റുകൾ. ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്ന ഡ്രൈവർമാരെ പിടികൂടാൻ കൂടുതൽ കാര്യക്ഷമവും ചെലവ് കുറഞ്ഞതുമായ മാർഗം എന്ന നിലയിലായിരുന്നു ഗ്രീസിലെ ഏതൻസിൽ പലയിടങ്ങളിലായി AI ക്യാമറകൾ സ്ഥാപിക്കാനുള്ള തീരുമാനമെടുത്തത്. മനുഷ്യർക്കായി നീക്കിവെച്ചിരുന്ന ജോലികൾ ഓരോന്നോരോന്നായി നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏറ്റെടുക്കുമ്പോൾ അവയിൽ പലതും മനുഷ്യർക്ക് പാരയാവുന്ന അവസ്ഥയാണ്. ഗ്രീസിലെ AI ക്യാമറകൾ നൽകുന്ന അനുഭവം ഇതിന് സാക്ഷ്യം വഹിക്കുന്നു. ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്ന ഡ്രൈവർമാരെ പിടികൂടാൻ കൂടുതൽ കാര്യക്ഷമവും ചെലവ് കുറഞ്ഞതുമായ മാർഗം എന്ന നിലയിലായിരുന്നു ഗ്രീസിലെ ഏതൻസിലെ പലയിടങ്ങളിലായി AI ക്യാമറകൾ സ്ഥാപിക്കാനുള്ള തീരുമാനമെടുത്തത്. പരീക്ഷണ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ച ക്യാമറകൾ 8 ഇടങ്ങളിലായിരുന്നു ആദ്യം സ്ഥാപിച്ചത്. ഇവ പ്രവർത്തനം ആരംഭിച്ച് 4 ദിവസങ്ങൾക്കുള്ളിൽ ഒരു ക്യാമറ പിടികൂടിയത് 2500 നിയമലംഘകരെ. എന്നാൽ വളരെ നിസ്സാരമായ തെറ്റുപോലും നിയമലംഘനമായി ചിത്രീകരിക്കാൻ തുടങ്ങിയാൽ പോലീസുകാർ വളരെ നിയമലംഘകരായി ചിത്രീകരിക്കപ്പെട്ടേക്കാം എന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. UK-യിൽ ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ മലയാളി നഴ്സുമാർക്കു നേരെ വംശീയ ആക്രമണം. പത്തനംതിട്ട, കൊല്ലം സ്വദേശികളായ 3 നഴ്സുമാരാണ് ആക്രമണത്തിന് ഇരയായത്. പത്തനംതിട്ട മാടപ്പള്ളി സ്വദേശിനിയായ സോബിയും സഹപ്രവർത്തകരുമാണ് ആക്രമിക്കപ്പെട്ടത്. മറ്റു 2 പേർ കൊല്ലം, പത്തനംതിട്ട സ്വദേശികളാണ്. UK സമയം ഞായറാഴ്ച രാവിലെ 7:30 സംഭവം. ക്രോയിഡോണിലെ താമസ സ്ഥലത്തു നിന്നും ജോലി സ്ഥലത്തേക്ക് പോകുന്നതിനിടെ ഇവർ കയറിയ ബസ്സിൽ തദ്ദേശീയരായ ഒരു സ്ത്രീ കത്തിയുമായെത്തി ആക്രമണം നടത്തുകയായിരുന്നു. ആക്രമണം തടയാൻ ശ്രമിച്ചപ്പോൾ നഴ്സുമാരിൽ ഒരാൾക്ക് വയറ്റിൽ ചവിട്ടേറ്റു. തുടർന്ന് കത്തിയുമായി മറ്റ് നഴ്സുമാരെ ആക്രമിക്കാനായി സ്ത്രീ ശ്രമിച്ചതായാണ് അറിയാൻ സാധിച്ചത്. ബസ്സിലുണ്ടായിരുന്ന തദ്ദേശീയ സഹയാത്രികർ സമയോചിതമായി ഇടപെട്ടതോടെയാണ് വലിയ ദുരന്തം ഒഴിവായത്. സംഭവത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി 3 പേരെയും ആശുപത്രിയിലെത്തിച്ചു. ആക്രമണ സമയത്ത് സോബി നാട്ടിലുള്ള ഭർത്താവ്
ജോൺ പോൾ മാത്യുവിനോടും മക്കളോടും വീഡിയോ കോൾ ചെയ്യുകയായിരുന്നു. ദൃശ്യങ്ങൾ കണ്ട കുടുംബാംഗങ്ങൾ പരിഭ്രാന്തരായതായും ബന്ധുക്കൾ പറയുന്നു. പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം 3 പേരും താമസ സ്ഥലത്തേക്ക് മടങ്ങിയിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതായും 3 വർഷം മുമ്പാണ് നഴ്സുമാർ UK-യിൽ ജോലിക്കെത്തിയതെന്നും അറിയിച്ചു. കടുത്ത കുടിയേറ്റ വിരുദ്ധ രാഷ്ട്രീയ പ്രസ്താവനകൾ ഉയരുന്ന വംശീയതയും UK-യിലെ തൊഴിൽ അന്തരീക്ഷം മാറ്റുന്നതായുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നു. ഈ കാരണത്താൽ വിദേശ ഡോക്ടർമാരും നഴ്സുമാരും NHS-ൽ നിന്ന് മാറി നിൽക്കുകയാണെന്ന അഭിപ്രായവും ശക്തമാണ്. സർക്കാർ സ്വീകരിക്കുന്ന കടുത്ത കുടിയേറ്റ നയങ്ങളും പൊതു ചർച്ചകളിലെ വംശീയ പരാമർശങ്ങളും UK-ക്ക് പുറമേ നിന്നുള്ളവർക്ക് സ്വാഗതം നൽകാത്ത വംശീയ രാജ്യമാക്കി കാണുന്ന സാഹചര്യം സൃഷ്ടിക്കാനുള്ളതാണ് പൊതു അഭിപ്രായം ശക്തമാകുന്നുണ്ട്. UK-യിൽ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്ത് മദ്യപിച്ച് കാറോടിച്ച 200 പേരെ സക്സസ് പോലീസ് പിടികൂടി. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഡിസംബർ 1 മുതലായിരുന്നു മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ പിടികൂടാനുള്ള പ്രത്യേക ഓപ്പറേഷൻ ബ്രിട്ടനിൽ രാജ്യവ്യാപകമായി ആരംഭിച്ചത്. ഈ പ്രത്യേക ഡ്രൈവിന്റെ ഭാഗമായി പിടികൂടുന്നവരുടെ പേരുകൾ പ്രസിദ്ധപ്പെടുത്തുമെന്നും പോലീസ് വ്യക്തമാക്കി. ഉത്സവകാലം അടുത്തതോടെ പരിശോധനകൾ കർക്കശമാക്കിയിരുന്നു. സക്സസിൽ ഇതിന്റെ ഭാഗമായി നിരത്തുകളിൽ പോലീസ് സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇതുവരെ ഈ പ്രത്യേക ഡ്രൈവിൽ സക്സസിൽ നിന്ന് മാത്രം 270 പേരാണ് പിടിയിലായിരിക്കുന്നത്. 2024-ൽ ഈസ്റ്റ് സക്സസിലും വെസ്റ്റ് സക്സസിലുമായി 70 അപകടങ്ങളാണ് മദ്യപിച്ച് വാഹനം ഓടിച്ചുണ്ടായത്. ഇതിൽ ചിലതിൽ ആളുകൾ മരണപ്പെടുകയും ചെയ്തിരുന്നു. അതിനു പുറമെ മയക്കുമരുന്നിന്റെ സ്വാധീനത്തിൽ വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയ 48 കേസുകളും ഈ കാലയളവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ 2 ഹെലികോപ്റ്ററുകൾ ആകാശത്ത് കൂട്ടിയിടിച്ച് തകർന്നുണ്ടായ അപകടത്തിൽ ഒരു പൈലറ്റ് മരിച്ചു. മറ്റൊരു പൈലറ്റ് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞായറാഴ്ച രാവിലെ 11:25ഓടെയാണ് ഹാമിൽട്ടൺ മുനിസിപ്പൽ വിമാനത്താവളത്തിന് മുകളിലായി അപകടമുണ്ടായത്. അപകട വിവരം ലഭിച്ചതിന് പിന്നാലെ രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തി. സംഭവ സ്ഥലത്ത് നിന്നും ലഭിച്ച ദൃശ്യങ്ങളിൽ ഒരു ഹെലികോപ്റ്റർ നിയന്ത്രണം വിട്ട് വേഗത്തിൽ കറങ്ങി നിലത്തേക്ക് പതിക്കുന്നതായി കാണാം. തീപിടിച്ച ഹെലികോപ്റ്ററുകൾ അഗ്നിശമന സേന നിയന്ത്രണ വിധേയമാക്കി. ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ നൽകിയ വിവരമനുസരിച്ച് എസ്ട്രം F-28A ഹെലികോപ്റ്ററും എസ്ട്രം 28C ഹെലികോപ്റ്ററുമാണ് കൂട്ടിയിടിച്ചത്. ഓരോ ഹെലികോപ്റ്ററിലും പൈലറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരാൾ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. മറ്റൊരാൾ ജീവൻ അപകടത്തിലായ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏകദേശം 15,000 പേർ താമസിക്കുന്ന ഹാംപ്ടൺ ഫിലാഡൽഫിയയിൽ നിന്നും 56 കിലോമീറ്റർ തെക്ക് കിഴക്കായാണ് സ്ഥിതി ചെയ്യുന്നത്. പൈൻ ബാരൻ വനപ്രദേശത്ത് സമീപമുള്ള കാർഷിക മേഖല കൂടിയാണിത്. അപകടത്തിന്റെ കാരണം കണ്ടെത്തുന്നതിനായി FAAയും നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡും അന്വേഷണം ആരംഭിച്ചു. കിഴക്കൻ പസഫിക് സമുദ്രത്തിലെ അന്താരാഷ്ട്ര ജലാശയത്തിൽ മയക്കുമരുന്ന് കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടതായി US സൈന്യം. അന്താരാഷ്ട്ര ജലാശയത്തിൽ മയക്കുമരുന്ന് കടത്തിയെന്ന് സംശയിക്കുന്ന ബോട്ടിന് നേരെ ഹെക്സത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടതായി പെന്റഗൺ സ്ഥിരീകരിച്ചു. ആക്രമണത്തിന്റെ വീഡിയോ പെന്റഗൺ പുറത്തുവിട്ടു. ഇതോടെ സെപ്റ്റംബർ മുതൽ മയക്കുമരുന്ന് കള്ളക്കടത്തുകാർക്കെതിരെ നടന്ന മൊത്തം നാവിക ആക്രമണങ്ങളുടെ എണ്ണം 30ആയി. US സൈനിക കണക്കുകൾ പ്രകാരം മരണസംഖ്യ കുറഞ്ഞത് 107ആയി ഉയർന്നു. US സദേൺ കമാൻഡിലെ പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെക്സത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ആക്രമണം നടത്തിയതെന്നും എലോൺ മസ്കിന്റെ ഉടമസ്ഥയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഒരു പോസ്റ്ററിലൂടെ വ്യക്തമാക്കി. ഹുറൂൻ ഇന്ത്യ പുറത്തുവിട്ട ഏറ്റവും പുതിയ ഇന്ത്യൻ വംശജരായ സമ്പന്നരുടെ പട്ടികയിൽ 1ാം സ്ഥാനത്ത് ടെക് സിഇഒയും ബില്യണറുമായ ജയശ്രീ ഉള്ളാൾ. $5.7 ബില്യൺ ആസ്തിയുള്ള ജയശ്രീ ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചൈ, മൈക്രോസോഫ്റ്റ് സിഇഒ സത്യ നദല്ലെ എന്നിവരെ പിന്നിലാക്കിയാണ് മുന്നേറിയത്. 1957 ലണ്ടനിൽ ജനിച്ച ജയശ്രീ ഉള്ളാൾ ഒരു ഇന്ത്യൻ അമേരിക്കൻ ബിസിനസ് എക്സിക്യൂട്ടീവാണ്. 2008 മുതൽ അരിസ്റ്റൽ നെറ്റ്വർക്കിന്റെ പ്രസിഡന്റും സിഇഒയുമായി പ്രവർത്തിക്കുന്ന അവർ ക്ലൗഡ് നെറ്റ്വർക്കിംഗ് സൊല്യൂഷൻസ് മേഖലയിലെ പ്രമുഖ കമ്പനിയായ അരിസ്റ്റയെ വളർത്തിയെടുക്കുന്നതിൽ നിർണായക പങ്കാണ് വഹിച്ചത്. ആഗോള ബില്യണർമാരുടെ പട്ടികയിൽ ഉള്ളാൾ നിലവിൽ 714-ാം സ്ഥാനത്താണ്. $5.7 ബില്യൺ ആണ് അവരുടെ കണക്കാക്കിയ ആസ്തി. അരിസ്റ്റ നെറ്റ്വർക്കിലെ ഏകദേശം 3% ഓഹരികൾ അവർക്കുണ്ട്. ഇതിൽ ചിലത് അവരുടെ 2 മക്കൾക്കും മരുമക്കൾക്കുമായി മാറ്റിവെച്ചിട്ടുണ്ട്. അമേരിക്കയിലെ സ്വയം സമ്പാദ്യം നേടിയ ഏറ്റവും സമ്പന്നയായ വനിതകളുടെ പട്ടികയിലാണ് ഉള്ളാളിന് 8ാം സ്ഥാനമുണ്ട്. മുമ്പ് സിക്കോ സിസ്റ്റംസ് കമ്പനിയിൽ 15 വർഷം സീനിയർ പദവികളിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഉള്ളാൾ ഇഥർനെറ്റ് സ്വിച്ചിംഗ് ബിസിനസ് വിഭാഗത്തിന്റെ നേതൃത്വം വഹിച്ചിട്ടുണ്ട്. സാങ്കേതിക മേഖലയിലെ ഏറ്റവും സ്വാധീനമുള്ള വനിതാ സിഇഒമാരിൽ ഒരാളായും അവർ അംഗീകാരം നേടിയിട്ടുണ്ട്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 121.53 ഇന്ത്യൻ രൂപ,
ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു $1 89.94 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 105.87 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.35 ഒരു കനേഡിയൻ ഡോളർ 65.72 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. സർക്കാർ ഭൂമി കയ്യേറ്റം ഒഴിപ്പിച്ചതിനെ തുടർന്ന് വീട് നഷ്ടപ്പെട്ടവർക്ക് രാജീവ് ഗാന്ധി ആവാസ് യോജനയ്ക്കു കീഴിൽ ഫ്ളാറ്റ് നൽകും. യലഹങ്ക ഫക്കീർ കോളനിയിലെ ചേരിയിൽ താമസിച്ചിരുന്നവർക്കാണ് നഗരത്തിലെ ബൈപ്പനഹള്ളിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഫ്ളാറ്റുകൾ സബ്സിഡി നിരക്കിൽ അനുവദിക്കുക. 11.20 ലക്ഷം രൂപ വിലയുള്ള ഫ്ളാറ്റുകൾക്ക് 5 ലക്ഷം രൂപ ബംഗളൂരു നഗര വികസന അതോറിറ്റി സബ്സിഡി ലഭ്യമാക്കും. ഇതിനു പുറമെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സബ്സിഡി കൂടി ലഭിക്കുന്നതോടെ ജനറൽ വിഭാഗക്കാർക്ക് 8.70 ലക്ഷം രൂപ ഇളവ് ലഭിക്കും. ബാക്കി 2.5 ലക്ഷം രൂപ വായ്പ തരപ്പെടുത്തി നൽകും. പട്ടിക വിഭാഗങ്ങൾക്ക് 9.50 ലക്ഷം രൂപയും മൊത്തം സബ്സിഡി ലഭിക്കും. പുറമെ 1.70 ലക്ഷം രൂപ വായ്പയുമായി ലഭ്യമാക്കും. ജനുവരി 1 മുതൽ ഫ്ളാറ്റുകൾ നൽകി തുടങ്ങും. അർഹരായ കുടുംബങ്ങളെ കണ്ടെത്താൻ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സ്ഥലം സന്ദർശിച്ച് രേഖകൾ പരിശോധിക്കും. റേഷൻ കാർഡ്, ആധാർ തുടങ്ങിയ രേഖകൾ പരിശോധിച്ച ശേഷം പുനരധിവാസം സംബന്ധിച്ച തീർപ്പുകൾ ഉണ്ടാക്കും. ഭവന മന്ത്രി സമീർ അഹമ്മദ് ഖാന്റെ മേൽനോട്ടത്തിലായിരിക്കും ഇത്. ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും ഭവന മന്ത്രി സമീർ അഹമ്മദ് ഖാനും കഴിഞ്ഞ ദിവസം കോളനി സന്ദർശിച്ചിരുന്നു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് പുനരധിവാസ പാക്കേജിന് അന്തിമ രൂപമായത്. മാലിന്യം തള്ളാൻ വിജ്ഞാപനം ചെയ്ത 5 ഏക്കർ കോറി കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് തിരിച്ചു നൽകാനാവില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംഘടനയെ ശക്തിപ്പെടുത്താൻ കോൺഗ്രസ് കൊണ്ടുവന്ന പുനഃസംഘടനാ വർഷം അവസാനിക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കുമ്പോഴും താഴെത്തട്ട് മുതൽ പുനഃസംഘടന വേണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ശക്തമാകുന്നു. 2025 സംഘടൻ സൃജൻ അഭിയാൻ വർഷമായി പ്രഖ്യാപിച്ചിരുന്നു. പുനഃസംഘടനാ ആവശ്യം പ്രവർത്തക സമിതിയിലടക്കം ഉയർന്നു. കഴിഞ്ഞ ദിവസം മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗ് RSSന്റെ സംഘടനാ ശക്തിയെ പുകഴ്ത്തിയതും കോൺഗ്രസിന്റെ ദൗർബല്യത്തെ വിമർശിച്ചതും പുനഃസംഘടനയെ ലക്ഷ്യം വെച്ചാണ്. ഒഡീഷയിലെ മുൻ MLA മുഹമ്മദ് മോക്കിയും സംഘടനാ ദൗർബല്യം ചൂണ്ടിക്കാട്ടി സോണിയാഗാന്ധിക്ക് കത്തെഴുതിയിരുന്നു. രാജ്യത്തെ 65% ജനങ്ങളും 35 വയസ്സിൽ താഴെയുള്ളവരാണെന്നും ഇവരുടെ അഭിലാഷങ്ങൾ പ്രതിഫലിപ്പിക്കാൻ 83-കാരനായ ഖാർഗെയ്ക്കാവുന്നില്ല എന്നുമായിരുന്നു മോക്കിന്റെ ആരോപണം. നിരവധി യുവ നേതാക്കൾ പാർട്ടി വിട്ടത് ചൂണ്ടിക്കാട്ടി മോക്കിംഗ് യുവാക്കൾക്ക് പ്രിയങ്ക ഗാന്ധിക്ക് പ്രധാന പദവി നൽകുന്നത് കാത്തിരിക്കുകയാണ് എന്നും പറഞ്ഞു. ഒഡീഷയിലടക്കം രാജ്യമെങ്ങും പാർട്ടി താഴെത്തട്ടിലല്ലെന്നും യുവ നേതാക്കളെയെല്ലാം അകറ്റുന്ന സമീപനമാണ് നേതൃത്വം സ്വീകരിക്കുന്നതെന്നും വിമർശിച്ചതിന് പിന്നാലെ അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കി. ഒഡീഷയിൽ 2019 35 വർഷത്തിന് ശേഷം ബരാബതി കട്ടക് മണ്ഡലം കോൺഗ്രസിനായി തിരിച്ചുപിടിച്ച വ്യക്തിയായിരുന്നു മോക്കിം. നേതാക്കളായ ശശി തരൂർ, മനീഷ് തിവാരി, ആനന്ദ് ശർമ്മ, സൽമാൻ ഖുർഷിദ്, P ചിദംബരം, കാർത്തി ചിദംബരം തുടങ്ങിയവരെയെല്ലാം പുനഃസംഘടനാ പേരിനു മാത്രമാണ് നടക്കുന്നതെന്ന പക്ഷക്കാരാണ്. 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കനത്ത തോൽവി ഏറ്റുവാങ്ങിയതോടെയാണ് പുനഃസംഘടന ചർച്ചയാകുന്നത്. 2024 ഡിസംബറിൽ ബെലാഗവിയിൽ നടന്ന പ്രവർത്തക സമിതി യോഗത്തിൽ 2025 പുനഃസംഘടന വർഷമായി തീരുമാനിച്ചു. സംഘടൻ സൃജൻ അഭിയാൻ എന്ന പദ്ധതി 2025 ഏപ്രിൽ നടന്ന അഹമ്മദാബാദ് പ്രവർത്തക സമിതി യോഗത്തിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. രാജ്യത്തെ 700ഓളം DCCകളെ പുനഃസംഘടിപ്പിക്കുവാനും വാർഡ് തലം മുതൽ കമ്മിറ്റി ഉണ്ടാക്കാനുമായിരുന്നു പദ്ധതി. 79,000 കോടി രൂപയുടെ സൈനിക ഉപകരണങ്ങൾ വാങ്ങാൻ പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകി. 3 സേനാ വിഭാഗങ്ങളുടെയും ആക്രമണശേഷി കൂട്ടുന്ന ആയുധങ്ങൾ വാങ്ങാനാണ് അനുമതി. കഴിഞ്ഞ ഒക്ടോബറിൽ 79,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരുന്നു. കരസേനയ്ക്ക് ഡ്രോണുകൾ, കോപ്റ്റുകൾ എന്നിവയെ കണ്ടെത്താനായി പ്രത്യേക റഡാറുകൾ, ലക്ഷ്യസ്ഥാനത്തേക്ക് ഇടിച്ചിറങ്ങുന്ന നശീകരണ ഡ്രോണുകൾ, പിനാക റോക്കറ്റ് വിക്ഷേപണ സംവിധാനത്തിനുള്ള വെടിക്കോപ്പ്, ശത്രു ഡ്രോണുകളെ കണ്ടെത്തി തകർക്കാനുള്ള ഇന്റഗ്രേറ്റഡ് ഡ്രോൺ ഡിറ്റക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ സിസ്റ്റം എന്നിവ വാങ്ങാൻ ആണ് അനുമതിയായത്. നാവികസേനയ്ക്ക് ബൊള്ളാർഡ് പുൾ ടക്ക് ബോട്ടുകൾ, ഉയർന്ന ഫ്രീക്വൻസി റേഡിയോകൾ, ചുമരിൽ വഹിക്കാവുന്ന ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവ വാങ്ങാനും ഉയർന്നു പറക്കുന്ന വിദൂര നിയന്ത്രിത ദീർഘദൂര ഡ്രോണുകൾ വാടകയ്ക്ക് കൊടുക്കുവാനും അനുമതി നൽകി. അതേസമയം വ്യോമസേനയ്ക്ക് ടേക്ക് ഓഫ്, ലാൻഡിംഗ് എന്നിവ സ്വയം റെക്കോർഡ് ചെയ്യുന്ന സംവിധാനം, അസ്ത്ര MK2 മിസൈലുകൾ, വ്യോമസേനാ ദൗത്യങ്ങളുടെ പരിശീലനത്തിനായി ആവിഷ്കരിക്കുന്ന ഫുൾ മിഷൻ സിമുലേറ്റർ, സ്പേസ് 1000 ബോംബുകൾ എന്നിവ വാങ്ങും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചോദ്യം ചെയ്യലിന് D മണി SITക്ക് മുന്നിൽ ഹാജരായി. അഭിഭാഷകർക്കൊപ്പമാണ് മണിയെത്തിയത്. സഹായി ബാലമുരുകനും ഒപ്പമുണ്ട്. SP ശശിധരന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ.
ശബരിമലയിലെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഡി മണി വാങ്ങിയെന്നായിരുന്നു വിദേശ വ്യവസായിയുടെ മൊഴിയിലുണ്ടായിരുന്നത്. തമിഴ്നാട് ഡിണ്ടിഗൽ സ്വദേശിയായ ഡി മണിയുടെ വീട്ടിൽ നേരത്തെ SIT പരിശോധന നടത്തിയിരുന്നു. വേറെ ആളുകളുടെ പേരിൽ 3 സിം കാർഡുകളാണ് ഇയാൾ ഉപയോഗിക്കുന്നതെന്നും ഡിണ്ടിഗൽ മേഖലയിൽ ഇയാൾക്ക് പ്രത്യേക സംരക്ഷണം തന്നെയുണ്ടെന്നും SIT അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ലെന്നും SITയുടെ ചോദ്യങ്ങൾക്ക് എല്ലാം മറുപടി നൽകിയെന്നും തുടർന്നും തന്നെ വേട്ടയാടിയാൽ ജീവൻ ഒടുക്കുമെന്നായിരുന്നു മണിയുടെ ഭീഷണി. ഡി മണി എന്നത് ഡയമണ്ട് മണി എന്നതിന്റെ ചുരുക്കപ്പേരാണെന്നും MS മണി എന്നത് മറ്റൊരു പേരും ഇയാൾക്കുണ്ടെന്നുമാണ് SITയുടെ നിഗമനം. മണിയുടെ യഥാർത്ഥ പേര് M സുബ്രഹ്മണ്യൻ എന്നാണെന്നും അതിന്റെ ചുരുക്കപ്പേരാണ് MS മണി എന്നുമാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിനെതിരെ നൽകിയ മൊഴികളിൽ ഉറച്ച് N വിജയകുമാർ. പത്മകുമാർ സഖാവാണ് ബോർഡിലെ പ്രധാന കാര്യങ്ങൾ പറയാറുള്ളതെന്നും സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നത് ബോർഡിൽ പറഞ്ഞത് പത്മകുമാർ ആണെന്നും വിജയകുമാർ ആവർത്തിച്ച് മൊഴി നൽകി. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പാണെന്ന് രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയ കേസിൽ മുൻ ഭരണസമിതി അംഗമായ N വിജയകുമാറിനെ കഴിഞ്ഞ ദിവസമാണ് SIT അറസ്റ്റ് ചെയ്തത്. കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ കോന്നി MLAയുമായ A പത്മകുമാറിനൊപ്പം 2019 ഭരണസമിതിയിലുണ്ടായിരുന്ന CPM നേതാവാണ് വിജയകുമാർ. നേരത്തെ വിജയകുമാറിനെയും ദേവസ്വം ബോർഡ് അംഗമായിരുന്ന KP ശങ്കർദാസിനെയും SIT ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് A പത്മകുമാറിനെ കേസിൽ അറസ്റ്റ് ചെയ്തത്. ഇതിന് പിന്നാലെയാണ് N വിജയകുമാറും കേസിൽ അറസ്റ്റിലായത്. സ്വർണ്ണക്കൊള്ളയിൽ ബോർഡിലെ അംഗങ്ങൾക്ക് പങ്കൊന്നുമില്ല എന്നായിരുന്നു വിജയകുമാറിന്റെ മൊഴി. എല്ലാ കാര്യവും തീരുമാനിക്കുന്നത് പത്മകുമാർ ആയിരുന്നു. 2019 പത്മകുമാർ അധ്യക്ഷനായ ഭരണസമിതിയിൽ അദ്ദേഹത്തിന്റെ അപ്രമാദിത്വമായിരുന്നു. ബോർഡിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിനും തീരുമാനമെടുക്കുന്നതും പത്മകുമാറാണ്. സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകുന്നതിനായി പറഞ്ഞതും അദ്ദേഹമാണ്. പത്മകുമാർ സഖാവാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. മിനിറ്റ്സ് വായിച്ചു നോക്കാതെ ഒപ്പിടുക മാത്രമാണ് താൻ ചെയ്തത്. ഇത് പ്രശ്നമാകുമെന്ന് അറിഞ്ഞില്ല. അല്ലാതെ സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് പങ്കില്ലെന്നും വിജയകുമാറിന്റെ മൊഴിയിലുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ പകർന്നു നൽകിയ പാഠങ്ങൾ വരാനിരിക്കുന്ന പതിറ്റാണ്ടുകളിലും സമൂഹത്തെ പ്രചോദിപ്പിക്കുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 93ാമത് ശിവഗിരി തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് ഉപരാഷ്ട്രപതി ഗുരുദർശനങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് വാചാലനായത്. തീർത്ഥാടനം എന്ന സങ്കല്പത്തിലൂടെ സമൂഹത്തിന്റെ ഉദ്ധാരണമാണ് ഗുരുദേവൻ ലക്ഷ്യമിടുന്നതെന്നും ഉപരാഷ്ട്രപതി. ആത്മീയവും സാമൂഹികവുമായ ചിന്തകൾ വേറിട്ട് നിൽക്കുന്നതല്ല, സമൂഹത്തെ പരിവർത്തനത്തിന്റെ പാതയിലേക്ക് നയിക്കുന്ന ആശയങ്ങളാണ് ഗുരുദേവൻ മുന്നോട്ട് വെച്ചതെന്നും 93ാമത് ശിവഗിരി തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി MV രാജേഷ്, മഠം ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ്, ശശി തരൂർ MP എന്നിവർ പങ്കെടുത്തു. രാവിലെ 7:30 സ്വാമി സച്ചിദാനന്ദ ധർമ്മ പതാക ഉയർത്തിയതോടെ പരിപാടികൾക്ക് തുടക്കമായത്. ഗുരുദേവ ശിഷ്യൻ സ്വാമി ബോധാനന്ദയുടെ അഭിഷേക ശതാബ്ദി, ഗുരുദേവ മഹാത്മജി സമാഗമ ശതാബ്ദി സമാപനം, സ്വാമി സത്യവ്രത സമാധി ശതാബ്ദി, ഗുരുദേവ സ്വാമി ശ്രദ്ധാഞ്ജലി സമാഗമ ശതാബ്ദി എന്നിവയുടെ നിറവിലാണ് ഇത്തവണത്തെ തീർത്ഥാടനം. ഗുരുദേവന്റെ അഷ്ടസന്ദേശങ്ങളിൽ അധിഷ്ഠിതമായ 14 സമ്മേളനങ്ങൾ നടത്തും. വിദ്യാഭ്യാസ സമ്മേളനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. ഉച്ചയ്ക്ക് 1-ന് സമ്മേളനം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. 3-ന് ഗുരുദേവന്റെ ഏകലോക വ്യവസ്ഥിതിയും ആത്മീയത സമ്മേളനവും ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. 4-ന് സ്വാമി സച്ചിദാനന്ദയുടെ നേതൃത്വത്തിൽ ശിവഗിരി മഠത്തിലെ സന്യാസിമാർ നയിച്ച ശ്രീനാരായണ ദിവ്യ സംഗമം. 5-ന് ഈശ്വരഭക്തി സമ്മേളനം കൊളുത്തൂർ അദ്വൈതാശ്രമ അധ്യക്ഷൻ സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. സ്വാമി സുഷ്മാനന്ദ അധ്യക്ഷനായിരുന്നു. ഇനി സ്പോർട്സ്. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ചരിത്ര നേട്ടവുമായി ഭൂട്ടാൻ സ്പിന്നർ സോനം എഷെ. ഒരു T20 മത്സരത്തിൽ 8 വിക്കറ്റ് എന്ന ആദ്യ താരമെന്ന റെക്കോർഡാണ് 22കാരനായ സോനം സ്വന്തമാക്കിയത്. മ്യാൻമാറിനെതിരായ 3ാം T20യിലാണ് ഭൂട്ടാൻ സ്പിന്നർമാരുടെ തകർപ്പൻ പ്രകടനം. 4 ഓവറിൽ 7 റൺസ് മാത്രം വിട്ടുകൊടുത്താണ് താരം 8 വിക്കറ്റ് എടുത്തത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഭൂട്ടാൻ 128 റൺസ് വിജയലക്ഷ്യമാണ് ഉയർത്തിയത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ മ്യാൻമാർ ആകട്ടെ തകർന്നടിഞ്ഞു. സോനം എഷയുടെ സ്പിൻ ബൌളിംഗ് മുന്നിൽ മ്യാൻമാർ താരങ്ങൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. ബാറ്റർമാർ നിരനിരയായി കൂടാരം കയറിയപ്പോൾ 45 റൺസിന് ടീം ഓൾ ഔട്ടായി. 4 ഓവറിൽ 8 വിക്കറ്റ് എടുത്ത സോനം ചരിത്ര നേട്ടത്തോടെയാണ് മടങ്ങിയത്. പുരുഷ T20 ക്രിക്കറ്റിൽ ഇതിനു മുമ്പ് 2 പേർ 7 വിക്കറ്റ് നേടിയിരുന്നു. 2023 ചൈനയ്ക്കെതിരെ മലേഷ്യൻ താരം സയാസ്രൂർ ഇസ്രതും 2025 ഭൂട്ടാനെതിരെ മലേഷ്യൻ താരം അലി ദാവൂദും 7 വിക്കറ്റുകൾ നേടി. ഈ റെക്കോർഡാണ് സോനം തകർത്തത്.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-യിൽ NHS ട്രസ്റ്റിൽ നിന്നും അന്യായമായി പിരിച്ചുവിട്ട ഡോക്ടർക്ക് തൊഴിൽ ട്രൈബ്യൂണൽ 85,000 പൗണ്ട് നഷ്ടപരിഹാരം അനുവദിച്ചു. അനുകൂല വിധി ലഭിച്ചത് ഡോക്ടർ ഫൈസൽ ഖുറേഷിക്ക്. NHS ജീവനക്കാരിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ മൂലമുള്ള സിക്ക് ലീവ് ദിനങ്ങൾ കൂടുന്നതായി റിപ്പോർട്ട്. ഈ വർഷം മാത്രം ജീവനക്കാർ എടുത്തത് 2.8 കോടി അവധി ദിനങ്ങൾ. UK-യിൽ ശരീരഭാരം കുറയ്ക്കാനായി ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ അനധികൃത മാർഗങ്ങളിലൂടെ വാങ്ങുന്ന മരുന്നുകൾ സൃഷ്ടിക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നം. വോഗോവി, മൗണ്ട്ജാരോ തുടങ്ങിയ വെയിറ്റ് ലോസ് ജാബുകൾക്ക് വൻ ഡിമാൻഡ്. അനധികൃത മാർഗങ്ങളിലൂടെ മരുന്നുകൾ തേടിപ്പോകുന്നത് മരുന്നിന്റെ ലഭ്യത കുറവിനാൽ. മുന്നറിയിപ്പുമായി മെഡിക്കൽ റെഗുലേറ്റർ. UK-യിലെ ജനങ്ങൾക്ക് പണി കൊടുത്ത് AI ക്യാമറ. 4 ദിവസം കൊണ്ട് ഇഷ്യൂ ചെയ്തത് 1000-ലേറെ പിഴ ടിക്കറ്റുകൾ. ക്യാമറ സ്ഥാപിച്ചത് ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്ന ഡ്രൈവർമാരെ പൂട്ടിടാൻ. ഗ്രീസിലെ ഏതൻസിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം ക്യാമറ സ്ഥാപിച്ചത് 8 ഇടങ്ങളിൽ. 4 ദിവസങ്ങൾക്കുള്ളിൽ ഒരു ക്യാമറ പിടികൂടിയത് 2500 നിയമലംഘകരെ. UK-യിൽ വീണ്ടും മലയാളികൾക്കു നേരെ വംശീയ ആക്രമണം. ബസിൽ യാത്ര ചെയ്യുന്നതിനിടെ പത്തനംതിട്ട, കൊല്ലം സ്വദേശികളായ 3 നഴ്സുമാരാണ് ആക്രമണത്തിന് ഇരയായത്. സർക്കാർ സ്വീകരിക്കുന്ന കടുത്ത കുടിയേറ്റ നയങ്ങളും വംശീയ പരാമർശങ്ങളും UK-യെ വംശീയ രാജ്യമാക്കി മാറ്റുന്നു എന്ന് വിമർശനം. കിഴക്കൻ പസഫിക് സമുദ്രത്തിലെ അന്താരാഷ്ട്ര ജലാശയത്തിൽ മയക്കുമരുന്ന് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. സ്ഥിരീകരണവുമായി US സൈന്യം. ന്യൂജേഴ്സിയിൽ 2 ഹെലികോപ്റ്ററുകൾ കൂട്ടിയിടിച്ച ഒരു പൈലറ്റ് മരിച്ചു. എൻസ്ട്രം F-28A ഹെലികോപ്റ്ററും എൻസ്ട്രം 280C ഹെലികോപ്റ്ററുമാണ് കൂട്ടിയിടിച്ചത്. 79,000 കോടി രൂപയുടെ സൈനിക ഉപകരണങ്ങൾ വാങ്ങാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം. അനുമതി നൽകിയത് 3 സേനാ വിഭാഗങ്ങളുടെയും ആക്രമണശേഷി കൂട്ടുന്ന ആയുധങ്ങൾ വാങ്ങാൻ. കരസേനയ്ക്ക് ഡ്രോണുകൾ, കോപ്റ്ററുകൾ എന്നിവയെ കണ്ടെത്തുന്ന പ്രത്യേക റഡാറുകളിലടക്കം വാങ്ങും. ശത്രു ഡ്രോണുകളെ കണ്ടെത്തി തകർക്കാനുള്ള ഇന്റഗ്രേറ്റഡ് ഡ്രോൺ ഡിറ്റക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ സിസ്റ്റവും വാങ്ങാൻ അനുമതി നൽകി സർക്കാർ. സർക്കാർ ഭൂമി കയ്യേറ്റം ഒഴിപ്പിച്ചതിനെ തുടർന്ന് വീട് നഷ്ടപ്പെട്ടവർക്ക് രാജീവ് ഗാന്ധി ആവാസ് യോജനയ്ക്കു കീഴിൽ ഫ്ളാറ്റ് നൽകും. എലഹങ്ക ഫക്കീർ കോളനിയിലെ ചേരിയിൽ താമസിച്ചിരുന്നവർക്കാണ് ഫ്ളാറ്റുകൾ സബ്സിഡി നിരക്കിൽ അനുവദിക്കുക. അർഹരായ കുടുംബങ്ങളെ കണ്ടെത്തി ഉടൻ പുനരധിവാസം നടത്തുമെന്ന് കർണാടക സർക്കാർ. കോൺഗ്രസ് പുനഃസംഘടന വേണമെന്ന ആവശ്യം ശക്തമായി. സംഘടനയെ ശക്തിപ്പെടുത്താൻ പുനഃസംഘടന അനിവാര്യമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ. ദിഗ്വിജയ് സിംഗും ഒഡീഷയിലെ മുൻ MLA മുഹമ്മദ് മോമിക്കും സംഘടനാ ദൗർബല്യം ചൂണ്ടിക്കാട്ടി സോണിയാഗാന്ധിക്ക് കത്തെഴുതി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെതിരെ നൽകിയ മൊഴികളിൽ ഉറച്ച് N വിജയകുമാർ. സ്വർണ്ണക്കൊള്ളയിൽ ബോർഡിലെ അംഗങ്ങൾക്ക് പങ്കൊന്നുമില്ലെന്നും വിജയകുമാറിന്റെ മൊഴി. പത്മകുമാർ സഹാവാണ് എല്ലാത്തിനും പിന്നിലെന്ന് അറസ്റ്റിലായ മുൻ ദേവസ്വം അംഗം CPM നേതാവുമായ വിജയകുമാർ. SITക്ക് മുന്നിൽ ചോദ്യം ചെയ്യാൻ ഹാജരായ D മണി. ഈ ബുള്ളറ്റിൻ കൂടി സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.